ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലൈഫ് ഹാക്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ കുറച്ച് മഴയൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എറണാകുളം വരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചുമ്മാ ഒരു പോകുന്ന വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ പോകുന്നു. അവളിങ്ങനെ വഴക്കിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവനിങ്ങനെ ഓരോന്ന് പറയും അവനോട്. അത് അവളുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അത് കൊള്ളില്ലാടി, പന്നല എന്ന് പറഞ്ഞാൽ അവളെ ഇങ്ങനെ വഴക്കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ ചുമ്മാ കരയുന്ന കേട്ടോ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാരണം പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ച് കയറിയിട്ട് ചേട്ടൻ മാറ് ചേട്ടാ ഞാൻ കാണട്ടെ എന്നാട്ടോ പറയണേ അവള്. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ എറണാകുളം എത്താറായി. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കടയിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഹോൾസെയിലായിട്ട് എടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെ ജസ്റ്റ് ഞങ്ങൾ കൂടെ പോയിട്ടോ. നല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള കുറേ ഫ്ലവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേ നല്ല നമ്മുടെ മാലകൾ, ചോക്കറുകളൊക്കെ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. ഇത് ഞാൻ എടുത്തൊരു മാല കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. സ്കൂൾ തുറക്കുന്ന സമയമല്ലേ, നല്ല ബാഗുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അതിലേക്കൂടെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ സ്ഥിര സാധനമൊക്കെ എടുക്കുന്നൊരു കടയുണ്ട് കേട്ടോ. ഈ സോപ്പ്, സ്പ്രേ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അവിടെ. സ്പ്രേ, സോപ്പുണ്ട്, പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ സ്പ്രേകളൊക്കെ, ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സോപ്പുകൾ, പിന്നെ നമ്മുടെ ബോഡി ലോഷൻസ് ഉണ്ട്, അങ്ങനത്തെ. പിന്നെ കുടകൾ, പിന്നെ അതേ അത്തറകൾ ഞാൻ പറഞ്ഞു നല്ല വൃത്തിയായിട്ട് അവരതെല്ലാം അടുക്കി പറക്കി ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പറേം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരുടെ വഴക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കടയുടെ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കളിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ അകത്തിരുന്ന് ഒരു കുതിര എടുത്തിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും അതിനകത്ത് കയറിയിരുന്നു. അവൻ അതിനകത്ത് തൊടാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഞാൻ ചെയ്യട്ടെ ചേട്ടാന്ന് പറഞ്ഞാൽ അവളിങ്ങനെ ആടിക്കൊണ്ടിരിക്കുവാണ്. ഇതാണ് ആ കാണുന്നത്. അത് കാരണം കുറച്ച് നേരം എന്നെ ശല്യപ്പെടുത്താതെ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരുന്നു. അത് കിട്ടിയത് കാരണം പിന്നെ നമുക്ക് അതിനകത്ത് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ഡോറ് തുറന്നു കൊടുത്തു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് ചേട്ടാ അത് ഞാൻ പറഞ്ഞു കേട്ടോ, ഡോറ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അത് കഴിഞ്ഞ് പിന്നെ ജയ്ക്കുട്ടിന് സുഭാഷ് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സുഭാഷ് പാർക്കിൽ വന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ജയ്ക്കുട്ടൻ സാധാരണ വരുമ്പോൾ സ്ലൈഡ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ പണ്ട് അവൻ്റെ കൂടെ കളിക്കാൻ പോകാൻ പറഞ്ഞാലും പോകില്ല, എൻ്റെ അടുത്ത് തന്നെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ വലുതായപ്പോൾ അവളിപ്പോൾ അവൻ്റെ കൂടെ പോകട്ടോ. അങ്ങനെ ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ ഞാൻ എടുത്തു കൊടുത്തേ. ഫോട്ടോ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ പറയാം മമ്മി കാണിച്ചേന്ന് പറഞ്ഞു ഫോട്ടോ. അതിന് ഓടി വരുക കേട്ടോ എൻ്റെ അടുത്തോട്ട്. ഞാൻ പറഞ്ഞു മമ്മി മോനെ പിന്നെ കാണിക്കാം, മോൻ പൊക്കോളാൻ പറഞ്ഞു ചേട്ടൻ്റെ കൂടെ. അങ്ങനെ അവൻ വിളിക്കുക വാ അരിസോട്ടാ നമുക്ക് അതിനകത്ത് കഴിക്കാൻ പോവാന്ന്. അങ്ങനെ അവൻ കയറിപ്പോയപ്പോൾ ഇവക്കും കയറണമെന്ന് പറയാം കേട്ടോ. പക്ഷെ തന്നെ ഇരുത്തിയ അതിൻ്റെ ഇടയ്ക്കൂടെ കരയുള്ളൂ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മോനെ എന്നാ മോൻ നിന്റെ കാലിൻ്റെ രണ്ടിൻ്റെയും നടുക്കിരുത്തിയിട്ട് പോകാൻ പറഞ്ഞു കേട്ടോ. എനിക്ക് പേടിയുണ്ടായിരുന്നു അവൾ കരയുന്നു, പക്ഷെ അവൾ കൂളായിട്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ മറൈൻ ഡ്രൈവിൻ്റെ അവിടെ പോയി കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ച് കാറ്റ് കുറവായിരുന്നു, അത് കുഴപ്പമുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് ജയ്ക്കുട്ടനായിട്ടും ഒക്കെ. അത് കഴിഞ്ഞ് പിന്നെ അവന് മാളിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോറം മാളിൽ പോയിട്ടോ. ചെന്ന ഉടനെ തന്നെ ഞങ്ങൾ ആ പാർക്കിങ്ങിൻ്റെ ഫോട്ടോ എടുത്തിട്ടില്ല, പിന്നെ മറന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് അത് കഴിഞ്ഞ് ഞങ്ങൾ അതിലേക്ക് ചുമ്മാ രണ്ട് ഫോട്ടോയൊക്കെ എടുത്തു. അത്രയൊക്കെ ഉള്ളു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ.